ഇവരൊക്കെ ആക്ച്വലി ഒരു ഓട്ടോ എന്തൂസിയസ്റ്റ് ആണ്. ലൈക്ക് അവർക്ക് വണ്ടിയോട് അത്രയും അമിതമായ സ്നേഹമുള്ള ആളുകളാണ്. അപ്പൊ അവർക്ക് ആ ഒരു കളക്ടർ സീരീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള കാര്യങ്ങളാണ് അവർ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ ഇതുപോലത്തെ ചതി ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല അവർ അത്രയും നോക്കിയിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടാവും. സിനിമാ നടന്മാരടക്കമുള്ള സമൂഹത്തിലെ പ്രമുഖരായ വ്യക്തികൾ, ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ആണ് ഇവിടെ ഇപ്പോൾ ആരോപണ വിധേയരായിരിക്കുന്നത്. അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും പറ്റിക്കപ്പെട്ടിരിക്കാനാണ് സാധ്യത. കസ്റ്റംസ് കമ്മീഷണർ തന്നെ അക്കാര്യം പറയുന്നുണ്ട്. ചില ആളുകൾ അറിയാതെ പെട്ടുപോയതാവാം, അറിയാതെയാണോ അറിഞ്ഞുകൊണ്ടാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സമൻസ് അയച്ച് വിളിപ്പിച്ച് ചോദ്യം ചെയ്യുമ്പോൾ വ്യക്തമാകും. ഇക്കാര്യത്തിൽ വാങ്ങുക മാത്രമാണ് ചെയ്തത് എങ്കിൽ രേഖകൾ കാണിച്ചാൽ അവർ സാക്ഷികളാവുകയാവും സ്വാഭാവികമായും ഉണ്ടാവുക. ഈ തട്ടിപ്പ് ആരും അറിയാതിരുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? അഭിലാഷ്, ഇതിപ്പോ ബേസിക്കലി നോക്കുകയാണെങ്കിൽ ഈ ഒരു നംകോർ എന്ന ഈ ഒരു ഓപ്പറേഷൻ നടത്തിയത് എനിക്ക് മനസ്സിലാക്കിയത്തോളം ഇതിന്റെ അകത്ത് കസ്റ്റംസിന്റെ ഭാഗത്ത് വന്ന ഒരു വലിയ ഇതാണ്. കാരണം നോർമലി ഇപ്പൊ നമ്മൾ ഈ വാഹനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇപ്പോൾ പഴയ വാഹനങ്ങൾക്ക് കൃത്യമായി അവർ പറയുന്നുണ്ട്. അതായത് 1900 ഇപ്പോൾ ഇന്നത്തെ കേസ് 2025 ഇപ്പോൾ ആണെങ്കിൽ നമുക്കൊരു ഏകദേശം 1975 അങ്ങോട്ടുള്ള വാഹനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതിന് കുറേ റൂൾസ് പറയുന്നുണ്ട്. അതായത് ആ വാഹനം ലെഫ്റ്റ് ഹാൻഡ് ഡ്രിവൻ ആയിരിക്കണം. അതുപോലെ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 അതുപോലെ 1989 അവർക്ക് 256% ടാക്സ്, അത് ട്രേഡ് ടാക്സ് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കൊണ്ടുവരാനുള്ള സംഭവമുണ്ട്. പക്ഷെ ബേസിക്കലി ഇതെന്താ സംഭവിച്ചിട്ടുണ്ടാവുക വെച്ചാൽ എനിക്ക് മനസ്സിലായത് അവിടുന്ന് ഈ പറഞ്ഞ പോലെ ഭൂട്ടാനിന്ന് വാഹനങ്ങൾ കിട്ടുകയും ആ വാഹനങ്ങളെ ഈ പറഞ്ഞ പോലെ തന്നെ ചുളിവ് വിലക്കി അതിനുശേഷം ഇവരെ കൈ കിട്ടിയപ്പോൾ ഓബ്വിയസ്ലി അതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒന്ന് വന്നിട്ട് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് എന്ന് പറഞ്ഞത് ഏകദേശം അവർക്കൊരു 3 lakhs അല്ലെങ്കിൽ 4 lakhs കിട്ടുന്ന വാഹനം ഇവിടെ കിട്ടിയപ്പോൾ ചിലപ്പോൾ 50 lakhs പ്ലസ് ആയിരിക്കും. സോ അവർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവില്ല. രണ്ടാമത്തെ കേസ് ഇതിനകത്ത് എംബസി വാഹനങ്ങൾ കുറെ നമുക്ക് ഇങ്ങനെ കിട്ടാറുണ്ട്, ലൈക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. സോ അങ്ങനെയും ഈ ചതിയിൽ പെടാനുള്ള ചാൻസസ് ആണ് വളരെയേറെ കൂടുതൽ. അപ്പോൾ എനിക്ക് എംബസി വാഹനമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാം. യെസ്, അത് 100% തെരിപ്പിക്കും. കാരണം അങ്ങനെ വാഹനങ്ങൾ നമുക്ക് വാങ്ങാനും സാധിക്കും. അപ്പോൾ എംബസിയിലേക്ക് ഒരു വണ്ടി, ഇപ്പോൾ എംബസിയിലുള്ള ആൾക്കാരുടെ ഗുണം എന്താ വെച്ചാൽ അവർക്ക് അവരുടെ നാട്ടിൽ നിന്ന് ഏതൊരു വാഹനം വേണമെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ഓടിക്കാം. അതിനുശേഷം ഇത് തിരിച്ചു കൊണ്ടുപോകണം നിർബന്ധമില്ല. സോ അതിന് ലീഗലി പ്രോപ്പറായിട്ടുള്ള ടാക്സ് ഒക്കെ അടച്ചിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷെ അതിന് പകരം ഈ സംഭവം ഇങ്ങനത്തെ ഫ്രോഡറി നടക്കുമ്പോൾ ചിലപ്പോൾ പറ്റിക്കപ്പെടാം. ലൈക്ക് അവർക്കും അറിയില്ല, ഇപ്പോൾ വാങ്ങിയ ആൾക്കറിയില്ല. കാരണം അവർ കൊടുക്കുന്നത് ഈ 3 ലക്ഷം 4 ലക്ഷം അല്ല, അവർ കൊടുക്കുന്നത് ഏകദേശം ഒരു 50 lakhs പ്ലസ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും വണ്ടി വാങ്ങുക. അതുമാത്രമല്ല ഇവരൊക്കെ ആക്ച്വലി ഒരു ഓട്ടോ എന്തൂസിയസ്റ്റ് ആണ്. ലൈക്ക് അവർക്ക് വണ്ടിയോട് അത്രയും അമിതമായ സ്നേഹമുള്ള ആളുകളാണ്. അപ്പൊ അവർക്ക് ആ ഒരു കളക്ടർ സീരീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള കാര്യങ്ങളാണ് അവർ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ ഇതുപോലത്തെ ചതി ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല അവർ അത്രയും നോക്കിയിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടാവുക.